നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു സന്തോഷവാനം എന്താണെന്നറിയാമോ? എനിക്ക് ഒരു നന്മയും ഉണ്ടാകുകയില്ല എന്ന് നിരാശപ്പെട്ടിരുന്ന ആ അനാഥ പെങ്കൊച്ചിന് ദൈവം ഒരു രഥം അയച്ചു കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ വാക്കുകളെ ശ്രമിക്കുന്ന നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് വേണ്ടത്തോളം ഒരു ജോലിയില്ല, എനിക്ക് അയൽവാസികളെ പോലത്തെ ഒരു നിലയിൽ ഒരു നല്ലൊരു വീടില്ല, എനിക്ക് പ്രയാസവും നിരാശയുമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്, രഥം വരുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ വാതിൽക്കൽ സുപ്രഭാതത്തിൽ രഥം വന്ന് നിൽക്കാൻ പോവുകയാണ്. എസ്തർ എവിടെ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളെ മറക്കുന്നവനല്ല നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങളുടെ നിരാശയിലും എന്ത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നിങ്ങളുടെ അത്ഭുതകരമാണ് വഴി നടത്തുവാൻ വലിയ ദൈവമാണ് ഈ ദൈവം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഓടാൻ വയ്യാലോ, എനിക്ക് വേഗതയില്ലല്ലോ, എനിക്ക് ധീരതയില്ലല്ലോ, എനിക്ക് ബുദ്ധിയില്ലല്ലോ, എനിക്ക് കഴിവില്ലല്ലോ എന്ന് ഇനി മേലെ പറയരുത്. കാരണം നിനക്കില്ലായിരിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ കരുതിയിട്ടുണ്ട്. അത് രഥമായിട്ട് മുമ്പോട്ട് വരും. ആമേൻ. രഥം വന്നിട്ട് ഓഫീസർ ചോദിക്കുകയാണ്, എസ്തർ എവിടെ? എന്തിനാണ് എസ്തർ? ചെറിയ പുള്ളികളല്ല, രാജാവിന് എസ്തറിന് ആവശ്യമുണ്ട്. ദൈവജനമേ, നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും നിവൃത്തിയാക്കി തരുവാൻ, അത്ഭുതമാവണം കരം പിടിച്ച് വഴി നടത്തുവാൻ വലിയവനായ ദൈവമാണ് നമ്മുടെ രാജാവ്. ആമേൻ. അവൻ നിനക്ക് വേണ്ടി രഥം വിടും. രഥം നിന്റെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കും. അവൻ നിന്റെ ബിസിനസ്സിന് വ്യത്യാസം വരുത്തും. നിന്റെ ജോലിക്ക് ഉയർച്ച നൽകി തരും. നിന്റെ കുഞ്ഞുങ്ങളെ അവൻ ഉയർത്തും, അവരെ അനുഗ്രഹിക്കും, എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കും. അതിന് എനിക്ക് എന്താണ് ഉള്ളത്? ഒന്നുമില്ല. ഓടാൻ വയ്യ, യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് ഒന്നും പ്രാപിച്ചെടുക്കാൻ കഴിവില്ല. എന്നാൽ ദൈവം പറയാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, എന്നെ മാത്രം നിനക്ക് മതി. ആമേൻ. ആ ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.